ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി ഒരു ഉപ്പേരിയാണ്. ആദ്യം 2 ഗ്ലാസ് ചെറുപയർ ഇടുക. അതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. ഇത് ഗ്രേവി പോലെയാണ് ഉണ്ടാവുക. കടികൾക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1/2 മീറ്റർ വാഴപ്പിണ്ടിയാണ്. ഇത് വട്ടത്തിലരിഞ്ഞ് അതിലൊരു നൂലുണ്ടാവും, അത് പോക്കണം. പുറമേയുള്ള തോലുകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് വേണം അരിയാൻ. ഇത് അരിയൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ റൗണ്ടായി അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇങ്ങനെ റൗണ്ടായി അരിഞ്ഞെടുത്ത് അതിൻ്റെ ഉള്ളിലെ നൂലുകൾ കളയുക. ഇങ്ങനെ റൗണ്ടായി അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് വേറൊരു ഉപകാരവും കൂടിയുണ്ട്. പിന്നീട് ഇത് ചെറുതാക്കി അരിയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് നന്നായി മുറിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഇത് മാത്രമായിട്ടും തോരൻ വയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പച്ചക്കറികൾ അരിയുന്നത് പോലെ എളുപ്പത്തിൽ അരിയാനാവില്ല. കൈ മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കാം. ശേഷം നേരത്തെ എടുത്തു വെച്ച ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇടുക. കൂടെ തന്നെ വാഴപ്പിണ്ടിയും ഇടാം. എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ഇടുക. കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇനി വറവിടാൻ ആവശ്യമായ ചെറിയ ഉള്ളി മുറിച്ചെടുക്കാം. കുക്കറിൽ 2-3 വിസിലുകൾ വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക. നമ്മുടെ ചെറുപയറും വാഴപ്പിണ്ടിയും എല്ലാം നന്നായി വെന്തിട്ടി. ഉപ്പേരി പോലെ വേണ്ടവർക്ക് വെള്ളം കുറച്ച് വെച്ചാൽ മതി. ഞങ്ങൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെക്കാറ്. ഇത് വറവിടാനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം ചെറിയുള്ളി കൂടി